Bye to Highland Ghosh. Bye Aditya bro. That's Pankaj. Ready to leave. Dude! Good. Hi. Goodbye. Bye. അവൻ സാധാരണ റെക്സാക്ക് അവൻ്റെ തോളിലിട്ടുകൊണ്ടായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളത് അവൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ ബഞ്ചിയിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ബഞ്ചി നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് സെറ്റാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഡൗട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഒരു എൽ ഷേപ്പ് ക്ലാമ്പുണ്ട്. അതിനകത്താണ് നമ്മൾ ഈ ബഞ്ചി സെക്യൂർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വീണ് പോവുമോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. എന്തായാലും തൽക്കാലം നമുക്കിപ്പോൾ അവൻ്റെ പുറകെ തന്നെ പോവാം. അതാകുമ്പോൾ ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അവനായിട്ട് ക്യാച്ചപ്പ് ചെയ്ത് അവനെ നിർത്തിക്കാമല്ലോ വണ്ടി. നല്ല മുതുവേദന ഉണ്ടായിട്ടും ആശാന് ബഞ്ചി സെറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ബാഗ് ഇട്ട് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ തന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വന്നിട്ട്, ഇവിടെ നിന്നല്ല മണാലിയിൽ വന്നിട്ട് പട്ടി വട്ടം ചാടുന്നത്. അല്ല സാധാരണ എപ്പോഴും പട്ടികൾ വഴി മാറി 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 തരാറാണ്. ഇത് ഫസ്റ്റ് ടൈമായിട്ടോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇന്നലത്തെ നൈറ്റ് മറക്കാൻ പറ്റാത്തൊരു നൈറ്റായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഹൈലൻഡ് ഗോജിൽ ഔട്ട് ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവർ ഡിന്നറും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പം അവിടെ താമസിക്കുന്ന എല്ലാവരും കൂടെ ഡിന്നർ ടൈമായപ്പോൾ അവിടെ വന്ന് പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് നല്ല എൻജോയ് ചെയ്തൊരു നൈറ്റായിരുന്നു. ഇന്നിപ്പോൾ റൈഡ് തുടങ്ങിയപ്പോൾ കണ്ട ആദ്യത്തെ ബ്രോയൊക്കെ നമ്മൾ അങ്ങനെ പരിചയപ്പെട്ടാണ് കേട്ടോ. പുള്ളി മാത്രമല്ല വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ലിവിങ് ഇൻ ദ മൂമെൻ്റ് ആയതുകൊണ്ട് അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിച്ചിരിക്കും. പിന്നെ നമ്മൾ മണാലിയിൽ വെച്ച് പരിചയപ്പെട്ട സ്മിരൺ ബ്രോ ലാസ്റ്റ് മൊമെൻറ്റിൽ കസോട്ടിലോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് അപ്പം പുള്ളിയെ ഇങ്ങോട്ട് വരുത്താനായിട്ട് ജസ്റ്റ് അന്നത്തെ നൈറ്റ് ഒരു ചെറിയ ക്ലിപ്പ് റെക്കോർഡ് ചെയ്ത് പുള്ളിക്ക് അയച്ചു കൊടുത്തത് മാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പം എന്താ അവിടുന്ന് പാറ ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ മച്ചാൻ JCB റോഡിന് കുറുക്കിട്ടിട്ട് എല്ലാ ട്രാഫിക്ക് ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് കഴിയുന്ന വരെ നമുക്ക് ഇവിടുന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് വീണ് കഴിഞ്ഞ് മച്ചാൻ റോഡൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിനി ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഹലോ ഗായ്സ്, ഇതിപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. നമ്മളിപ്പോൾ ചണ്ഡീഗറിൽ നിന്ന് ജയ്പൂരോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മൊത്തത്തിലൊരു വൈൽഡ് ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ ചണ്ഡീഗറോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ പങ്കജിന് എന്ത് പറ്റിയെന്ന് അറിയില്ല, പെട്ടെന്ന് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയി. ആശം ഭയങ്കര ടയേർഡൊക്കെ ആയി. അവസാനം പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ചണ്ഡീഗറിൽ എത്തിപ്പറ്റി അവിടെ ഒരു റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇന്ന് രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ രാവിലെ ഞാൻ വിളിച്ചപ്പോൾ പങ്കജിന് കുറച്ചും കൂടെ റെസ്റ്റ് എടുക്കണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ നേരത്തെ വിട്ടിട്ട് ജയ്പൂരെത്തി റൂമും കാര്യങ്ങളും സെറ്റാക്കി വയ്ക്കുക. അതാകുമ്പോൾ അവന് ചണ്ഡീഗറിൽ നിന്ന് നേരെ ജയ്പൂർ റൂമിലോട്ട് വരാമല്ലോ. അവിടെ എത്തിയിട്ട് പിന്നെ റൂം അന്വേഷിച്ച് നടന്ന് കറങ്ങാനും ഒന്നും നിൽക്കണ്ടല്ലോ. അങ്ങനെ ഞാൻ നേരത്തെ ഇറങ്ങി ഇപ്പോൾ നമ്മുടെ ജയ്പൂരോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മൾ ഡൽഹി ബോർഡർ എത്താറായിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലക്ഷണം കണ്ടിട്ട് മുന്നോട്ട് പോകുന്നതോറും നല്ല ഹെവി മഴയ്ക്കുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി അടുക്കുന്തോറും തണുപ്പ് കൂടി വരുന്നുണ്ട്. മഴയും തണുപ്പും എല്ലാം കൂടെ അമ്മ പൊളിക്കും. എന്തായാലും നമുക്ക് പിന്നെ കാണാം. ബൈ. വരുന്ന വഴിക്ക് നല്ല ഹെവി മഴയായിരുന്നു കേട്ടോ. മഴയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ കോട്ട് ഇട്ടിട്ടും ഫുള്ള് നനഞ്ഞ് കുതിരുന്ന ടൈപ്പ് മഴ. നമ്മൾ കുറച്ച് കയറി ഇന്ന് മഴ അവോയ്ഡ് ചെയ്യാൻ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. ലേറ്റ് ആകുന്നുള്ളതുകൊണ്ട് നമ്മൾ മഴയത്ത് തന്നെ ഓടിച്ചു വന്ന് എന്തായാലും ഇപ്പം ജയ്പൂർ എത്താറായിട്ടുണ്ട് കേട്ടോ.